പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 3-4 തീയതികൾ ധനുമാസം 19-20 തീയതികൾ വെച്ച് നടക്കുന്നതാണ്. അതിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിന് പ്രത്യേകതകൾ പലതുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മുടെ നാട്ടുകാരുടെയും ഭരണസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ, മാതൃസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ വർഷം 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് നടപ്പന്തൽ സമർപ്പണം കൂടി ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. അത് നമ്മുടെ 2014 നമ്മുടെ പാക്കത്തപ്പൻ മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് നമ്മുടെ നാട്ടിന് സമർപ്പിച്ചത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ 10 വർഷത്തിൻ്റെ അകത്ത് ഈ ക്ഷേത്രത്തിൽ ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും അതുകൂടാതെ മാതൃസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം മാതൃസമിതിയുടെയും ഭരണസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ നടപ്പന്തൽ സമർപ്പണം നടക്കുന്നത്. 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് നടപ്പന്തൽ സമർപ്പണം നടക്കുന്നത്. ഇത്രയും ഭാരിച്ച ചെലവ് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് നമുക്കിത് വൻ വിജയമാക്കാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ വയോജന സഭയും നമ്മുടെ 2024-25 വർഷത്തെ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പദ്ധതി 2025-26 പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സഭ ഇവിടെ ചേരുന്നത്. കഴിഞ്ഞ 2024-25 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വയോജന സഭയും 2025-26 വർഷം ഏത് പദ്ധതി നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കണം എന്നതിനുള്ള ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു സഭയും കൂടിയാണ്. 2 സഭയും ഒരേ ഘട്ടത്തിൽ നമ്മൾ നടത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സഭയും പുതിയ വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരിക്കുന്ന സഭയും നമ്മളിവിടെ ചേരുകയാണ്. ഇവിടെ നമ്മുടെ വയോജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എത്തിച്ചേർന്നാൽ അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ പള്ളിക്കരയുടെ കടൽത്തീരം. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. സേവനം ഞങ്ങൾക്ക് കർമ്മമാകണം, സേവനം ഞങ്ങൾക്ക് ധർമ്മമാകണം, തവദാസം ഞങ്ങൾക്ക് അഭിമാനമെന്നും ജനസേവകരായി കഴിയുക എന്നാൽ മാതൃഭൂമിക്കായി ജീവൻ നയിക്കാൻ, മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ, മാതൃഭൂമിയിൽ തന്നെ ജീവിതം പോകാൻ ജീവിതദാതാ നീ അനുഗ്രഹമേകൂ. ജഗദീശ രക്ഷിക്കാൻ ഞങ്ങളെ എന്നും മഹീതമാം ഭക്തിരൻ ദാനമൊന്നേകി. ഈ പ്രദേശം പഴയകാലത്ത് ഇവിടെ ചപ്പിന് വെള്ളം പോകുന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ
പുകയില കൃഷി നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് നമ്മളിരിക്കുന്ന ഈ ഏരിയ. നമ്മളെ പള്ളിക്കര പഞ്ചായത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ചപ്പിൻ്റെ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ വന്ന് തലേ ദിവസം രാത്രി വന്ന് കിടന്ന് രാവിലെ 4 മണിക്ക് 3 മണിക്കൊക്കെയാണ് എഴുന്നേറ്റ് പുകയിലേക്ക് വെള്ളം പോർന്നുകൊണ്ട് ഇരുന്നത്. തലമുറ പിന്നിട്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 3 തലമുറയുടെ അനുഭവം എന്ന് പറയുന്നത് നിസ്സാരമല്ല. പലതും കണ്ടവരാണ്, എഴുതും വണ്ടി കണ്ടവരാണ് നമ്മൾ. ഇപ്പോൾ ഏറ്റവും ആധുനിക നിലയിലുള്ള റോഡ് വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിമാനയാത്ര നമുക്കൊരു സങ്കല്പമായിരുന്നു ഒരു കാലത്ത്. വിമാനം നമ്മൾ ആകാശത്തിൽ നോക്കിയിട്ട് ഇതൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവുമോ, ഒരു ഭാഗ്യം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചതാണ് എല്ലാവരും, അല്ലേ? എത്ര അമ്മമാരിപ്പോൾ ഗൾഫ് നാടുകളിലെല്ലാം മക്കളുടെ പ്രസവത്തിനും അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കാനും നാട് കാണാനൊക്കെ ഒരുപാട് ആളുകൾ ഗൾഫ് നാടുകളിലൊക്കെ പോയി. ആയുസ് നമുക്ക്, അതായത് ശരാശരി ആയുസ് വർദ്ധിച്ചു. ഇപ്പോൾ 70 വയസ്സ് കഴിയാതെ ആളുകൾ അങ്ങനെ മരിക്കുന്നത് കുറവാണ്. പഴയ കാലത്ത് 60 വയസ്സൊക്കെ പിന്നിടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ആയുസിൻ്റെ ആവറേജ് വർദ്ധിച്ചിട്ടുണ്ട്. അത് പുതിയ ആധുനിക കാലത്തുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗുണം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നേരത്തെ തന്നെ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മരുന്ന് കഴിച്ച് കുറച്ചും കൂടെ കാലം ജീവിക്കാൻ കഴിയുന്നുണ്ട്. പഴയ കാലത്ത് മരണം ഇടയ്ക്കിടയ്ക്ക് മരിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ആളുകൾ അറ്റാക്കായി മരിച്ചാൽ ആളുകൾ പറയൽ കുളിയൻ്റെ കുത്തുകൊണ്ടിട്ട് ചത്തതാണ്. അന്ന് നമുക്ക് അറ്റാക്ക് എന്നുള്ള കാര്യം അറിയില്ല, പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ദൈവദോഷോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആയുർവേദ ആസ്പത്രിയിലും ഹോമിയോ ആസ്പത്രിയിലുമാണ് അവർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ വാർഡിലും അവർ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട്. അത് പരമാവധി ആ യോഗ പഠിക്കേണ്ട യോഗ കുറച്ച് ചെയ്താൽ മതി. ദൈനംദിനം നമ്മളൊരു അരമണിക്കൂർ സമയം യോഗ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാലും കൈയും മടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കറിയാം, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നമുക്ക് അറിയാം, ഒരുപാട് കാര്യങ്ങൾ, നിയമങ്ങളും അതൊക്കെ നമുക്ക് ഇന്ന് നിലവിലുണ്ട്. അതുപോലെ തന്നെ പദ്ധതികളും വയോജനങ്ങൾക്കായുള്ള ഒരുപാട് പദ്ധതികളൊക്കെ ഇന്ന് നിലവിലുണ്ട്. നമുക്കറിയാം, പള്ളിക്കര അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തും പദ്ധതി വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള സംഗമങ്ങളും അതുപോലെ തന്നെ ജെറിയാട്രിക് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തി വരുന്നത്. നമുക്കറിയാം, വയോജനങ്ങൾക്ക് കട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2030 ആകുമ്പോഴത്തേക്കും നമ്മളെ കേരളത്തിലെ ജനസംഖ്യയുടെ 25% വയോജനങ്ങളായി തീരുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്കറിയാം, പള്ളിക്കര പഞ്ചായത്തിനകത്ത് 2719 പേരാണ് വയോജന പെൻഷൻ വാങ്ങിക്കുന്നത്. അതോടൊപ്പം തന്നെ 466 കർഷക തൊഴിലാളി പെൻഷൻ കൂടി വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ആയുർദൈർഘ്യം കൂടുകയും നമ്മൾ കുറെ കാലം ജീവിക്കാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ ശരീരവും മനസ്സും ക്രമീകരിക്കും. പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കേരളത്തിന്റെ പൊതുവെ എടുക്കുമ്പോൾ വീടുകളിൽ വയോജനങ്ങൾ മാത്രമായ വീടുകളാണ് ഭൂരിപക്ഷം വീടുകൾ. നമ്മുടെ കുട്ടികൾ അവര് 1ാം ക്ലാസ്സിൽ ചേർന്ന് അല്ലെങ്കിൽ LKG UKG 1ാം ക്ലാസ് 10, 11, 12 നേരെ കോളേജ് അല്ലെങ്കിൽ ഡിഗ്രി കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അവിടെ പഠിച്ചൊക്കെ പോയി പിന്നീട് സ്വദേശത്തോ വിദേശത്തോ എവിടെയെങ്കിലും ജോലിയിലാണ്. അവിടെ കൂടെ അവർ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളും അതേ കഴിയും. ആ 2 പേരും അവരുടെ സൗകര്യാർത്ഥം നമ്മളെ വിട്ട് മാറി താമസിക്കുന്ന സ്ഥിതി, അതും എത്രയും കൂടുതൽ കേരളത്തിലാണ്. പഴയ കൂട്ടുകുടുംബ സമ്പ്രദായം വന്നത് ഇന്ന് കേരളത്തിൽ എവിടെയും. ഒരു കാലത്ത് നമ്മളത് വലിയ കുടുംബങ്ങളാണ്. അച്ഛൻ, അമ്മ, മക്കൾ, 5-8 മക്കള്, അവരുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരുടെ എല്ലാം പേരക്കുട്ടികൾ, അവരുടെ കുട്ടികൾ, 4-5 തലമുറയായിട്ട് 10-50 ആളുകൾ ഒരുമിച്ചിരിക്കുന്ന കൂട്ടുകുടുംബങ്ങളാണ് ഉണ്ടായത്.
50 അല്ല, ഒരു വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞാൽ 108 പേര് ഈ വീട്ടിലുണ്ടായിരുന്നു ഒരുമിച്ച്. 108 ആളുകളെ ഒരുമിച്ച് ഒരു കല്യാണ സദ്യ വെക്കുന്ന വീട്ടിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ കൊടുക്കുന്ന നിലയിലേക്കാണ് കുടുംബങ്ങളിൽ വരുന്നത്. മകൻ അഥവാ മകൾ അവർ പ്രസവിക്കുമ്പോൾ അമ്മയുടെ സഹായം വേണം. കുട്ടി കുറച്ച് വളർന്ന പിന്നെ അമ്മ വീട്ടിൽ നിന്ന് പോകണം. പിന്നെ അമ്മ വേണ്ട അവർക്ക്. പിന്നെ അമ്മ ഒരു ബാധ്യതയാണ്, അച്ഛൻ തിരികെ. ഇത് അതുകൊണ്ട് മക്കളെ ആശ്രയിച്ചിട്ട് കഴിയാമെന്ന് നിങ്ങൾ ആരോഗ്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നതിലേക്ക് പോകുന്നത്. പിന്നെ ഈ മക്കൾ സ്നേഹം വല്ലാണ്ട് കൂടുതലാണ്. മക്കളോട് എന്തോരം അമിത സ്നേഹം, അതിന്റെ ആവശ്യമില്ല. മക്കളോട് അമിത സ്നേഹം വേണം. അതൊരു അമിത സ്നേഹം കാണിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ സ്വത്തെല്ലാം ഞാൻ മക്കൾക്കെല്ലാം ഒരിച്ചൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് സ്വത്തെല്ലാം എഴുതി വെച്ചാൽ പിന്നെ തീർന്നു ജീവിതം ശരിയല്ലേ? പിന്നെ 2 കാരണം അവരുടെ ആധാരത്തിൽ ഒപ്പിടുന്നത് വെറുതെ അല്ല. ആധാരത്തിൽ ഒപ്പിടുന്നത് വരെ അച്ഛനും അമ്മേനും വേണ്ടി എടുത്തിട്ടാണ്. അതുകൊണ്ട് സ്വത്ത് നമ്മൾ എഴുതി വെക്കണം. വിൽപ്പത്രം എഴുതാം. വിൽപ്പത്രം എന്ന് പറഞ്ഞൊരു മരണാനന്തരം മാത്രമാണ് വിൽപ്പത്രം. ഞാൻ എന്റെ മൊത്തം സ്വത്തിൽ എന്റെ ഇന്ന് മോന് ഇത്ര, ഇന്ന് മോക്ക് ഇത്ര, ഇന്ന് എഴുതി വെക്കുന്നത് എന്റെ മരണശേഷം കറക്റ്റാവും. വിൽപ്പത്രം എഴുതിയാലും നിങ്ങൾ ആധാരം ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ ദുരിതം നിങ്ങൾ അനുഭവിക്കുന്നത്. ചില മക്കൾക്ക് അച്ഛനെയും അമ്മയെയും വേണ്ടാത്ത കാലമാണ് ഇന്നത്തെ കാലമെന്നാണ്. അതുകൊണ്ട് സർക്കാർ ഇത് വയോജനങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ വേണം. ഇനി ഏകാന്തത ഉണ്ടാകുന്ന ഒരു ദുരനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഒറ്റക്കുള്ള ജീവിതം അവരെ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി പിന്നീട് സർക്കാരിന്റെ അഗതി മന്ദിരങ്ങളും അതോടൊപ്പം തന്നെ വൃദ്ധസദനങ്ങളും ഉണ്ടായി. നമ്മൾ ചെറിയ പ്രായത്തിൽ വൃദ്ധസദനം എന്നൊരു വാക്ക് കേട്ടില്ല. വൃദ്ധന്മാർക്ക് താമസിക്കാൻ പ്രത്യേക ഇടം. ഇന്ന് അച്ഛനമ്മയെ എങ്ങനെയെങ്കിലും വൃദ്ധസദനത്തിലാക്കിയിട്ട് പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന മക്കളാണ്. എങ്ങനെ മക്കൾ അച്ഛനും അമ്മേനും വൃദ്ധസദനത്തിലേക്ക് മാറ്റുക, അതും സർക്കാർ ചെലവിൽ കിട്ടുന്ന എളുപ്പമായി. ഇനി സർക്കാർ ചെലവ് ഇല്ലെന്നും കിട്ടാറില്ല. അച്ഛനും അമ്മേനെ വൃദ്ധസദനത്തിൽ വിട്ട് നിങ്ങൾ അവരെ പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു കാലമാണ്. മക്കളെ സഹായിക്കും, ഞങ്ങൾ നോക്കും എന്ന പഴയ പാരമ്പര്യം ഉള്ള നമ്മുടെ ഒരു രീതി ഇനി ഉണ്ടാകുമെന്ന് ആരും കരുതരുത്. ആരും എനിക്കൊരു മകളേ ഉള്ളൂ, എന്റെ കൂടി അവള് കല്യാണം കഴിച്ചത് ബീഹാറുകാരാണ്. അവർ നാട്ടിലേ അവരുടെ ജീവിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ആരും കിട്ടാൻ ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. എന്റെ ഒരു അവസ്ഥ എല്ലാവരും അവസ്ഥ എനിക്ക് നമ്മുടെ കൂടെ തന്നെ ജീവിക്കണമെന്നില്ല. കൂടെ തന്നെ ജീവിക്കുന്ന മക്കളും ഒരു മകളോ ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, അവരും ഒരു ഘട്ടം കഴിഞ്ഞാൽ അച്ഛനും അമ്മേനും അല്ല പിന്നെ അവരെ മക്കൾ, അതിനാണ് അവർ ശ്രദ്ധ. അവരെ മക്കൾ, ഭാര്യയും ഭർത്താവും അവർക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ നിലയിൽ ഉള്ളത് അതിനെന്താ പരിഹാരമാർഗം? നമ്മൾ ജീവിക്കുന്നത്ര കാലവും സ്വയം പര്യാപ്തമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ആർജിക്കുന്നു. അതിപ്പോ കുമാരന്റെ അവസാനം പറഞ്ഞതിനാണ് ശരി. അതിനുവേണ്ടി വയോജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് സർക്കാരിന് കുറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളാണ് ഇവിടെ പറഞ്ഞത്, കുറെ പരിപാലിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതിന് പരിമിതിയില്ലേ. പഞ്ചായത്തുകളെ നോക്കാൻ പുറപ്പെട്ടു, ഉണ്ടാക്കാൻ പറ്റും. മെഡിക്കൽ ക്യാമ്പ് പക്ഷെ മരുന്നും തരും, മതിയോ? നമുക്കറിയാം, പള്ളിക്കര പഞ്ചായത്തിന്റെ വയോജന സംഗമമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. ഓൾറെഡി വയോജന ഗ്രാമസഭ കൂടി ഇന്ന് തന്നെയാണ് നടത്തപ്പെടുന്നത്. അപ്പം മുമ്പത്തെ പദ്ധതി അവസാനിക്കാതെ മുമ്പ് തന്നെയാണ് ഞങ്ങൾ പുതിയ ഗ്രാമസഭയും തുടങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങളിൽ നിന്ന് നല്ല നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വയോജനങ്ങളെ ഇപ്പം ഞങ്ങൾക്കറിയാലോ, എത്ര ഞങ്ങൾ വയോജന ദിനം കൊണ്ടാടുന്നോ അത്ര തന്നെ ഞങ്ങളുടെ വൃദ്ധാശ്രമത്തിൽ വയോജനങ്ങൾ കൂടി വരികയാണ്. അപ്പം ഇപ്പോഴത്തെ തിരക്കിട്ട സമയത്ത് ഇപ്പോഴത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല, നാളെ ഞങ്ങൾ ആ സ്റ്റേജിൽ തന്നെ പോകേണ്ടി വരുന്ന ആ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മനസ്സ് വയോജനല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ വയോജനല്ല. അപ്പോൾ ഈ ഒരു സംഗമത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. പഞ്ചായത്തും അതുപോലെ കുടുംബശ്രീ CDSഉം സംയുക്തമായി സംഘടിപ്പിച്ച വയോജന സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നുള്ളത്. എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതി വെക്കുകയും അത് വിതരണം നടത്തുകയും ഇതുപോലുള്ള വയോജന സംഗമങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായി നമ്മൾ ആ പരിപാടി ഇവിടെ വെച്ച് തന്നെ നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്തെ ഏറെ പ്രായമേറിയ വയോജനങ്ങളെ, പ്രത്യേകിച്ച് സാലി മാസ്റ്റർ അതുപോലെ നാരായണ ടീച്ചറെ പോലുള്ള ആൾക്കാരൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി കഴിഞ്ഞ വർഷം നമ്മളിവിടെ നടത്തിയിരിക്കുകയാണ്. ഇവിടെ
ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോ നാളെ ഇന്ന് ഞങ്ങൾ ഓർത്താൽ മാത്രമേ നാളെ ഞങ്ങളെയും ഈ പ്രായമാകുമ്പോൾ വരുന്ന തലമുറ ഓർമ്മിക്കുകയും. ഒരു വയോജന സംഗമത്തിൽ അതോടനുബന്ധിച്ച് വയോജന ഗ്രാമസഭ കൂടിയാണ് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. വയോജനങ്ങൾക്ക് കുറെ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പൊതു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ വയോജന കമ്മീഷൻ ഗവൺമെന്റ് ഇപ്പൊ അംഗീകരിച്ചിരിക്കുകയാണ്. ആ വയോജന കമ്മീഷന് വലിയ പദവിയോട് കൂടിയ ആളുകളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, ശരിക്കും അത് നമ്മുടെ ജീവിത ചക്രത്തിലെ ഒരു അവസ്ഥയാണ്, ഒരു ഘട്ടമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതല്ല. നമ്മുടെ ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവിത ചക്രത്തിലെ എല്ലാ ഘട്ടത്തിലൂടെ കടന്നു പോകണം. അതേപോലെ നമ്മൾക്കും എല്ലാവർക്കും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകണം. അതെങ്ങനെ, ഈ വാർദ്ധക്യത്തെ എങ്ങനെ നമ്മൾ നേരിടുന്നു, ആരോഗ്യപരമായി ജീവിക്കാൻ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചു. നിങ്ങളിൽ അധികം പേരും 60 വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? 60 വയസ്സിന് താഴെയുള്ളതുണ്ട്, അതില്ല. എല്ലാവരും 60 വയസ്സിന് ഉള്ളവരാണ്. പിന്നെ എല്ലാവർക്കും സന്തോഷമായില്ലേ? 35 or 40 വയസ്സ് പ്രായമുള്ള ആളായിട്ടായിട്ട് തിരിച്ചു പോകുന്നത്. നമ്മുടെ മാനസികാവസ്ഥ ആ നിലയിലേക്ക് എത്തണം. അതിന് വഴികൾ ഒരുപാടുണ്ട്. ആ രീതിയിൽ നിങ്ങളൊക്കെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി 35 or 40 വയസ്സുള്ള ആളായി പോകും. വീട്ടിലെത്തിയപ്പോ പിള്ളേർ ചോദിക്കുക, അമ്മ പോകുമ്പോ കുറെ വയസ്സുണ്ടായില്ല, ഇപ്പൊ എന്തിങ്ങനെ എന്ന് ചോദിക്കുക. അവിടെ പോയി കുറിച്ചിട്ടൊന്നും കളിക്കണ്ട. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പോ വന്നതിനേക്കാളും ഊർജ്ജസ്വലതയോടു കൂടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയിട്ട് പെരുമാറുക. പക്ഷെ ഇതിന് എന്നെക്കാളും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെക്കാളും പ്രായമുള്ളതായിരുന്നു നമ്മുടെ മൈക്ക് സെറ്റ്. അപ്പൊ അത് ഇടക്കിടക്ക് പണിമുടക്കിയതുകൊണ്ട് അതിന് ചില അസ്ഥിതകൾ ഉള്ളതുകൊണ്ട് പരിപാടി കുറച്ച് നീണ്ടുപോയി. നമ്മൾ കൃത്യം 2 മണിക്കാണ് ഭക്ഷണം കഴിക്കാനുള്ള സന്തോഷ വർത്തമാനം കൂടി നിങ്ങളെ ഏവരും അറിയിച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം 2 പ്രിയപ്പെട്ട കൂട്ടുകാരും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ചില്ലറക്കാരല്ല, ഫ്ലവേഴ്സ് ചാനലിലൂടെ മലയാളക്കര കണ്ട ഏറ്റവും വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ പാട്ടുകാരനുമുണ്ട്. 1 മണിക്കൂർ നേരത്തേക്ക് നല്ല രസായനം വിളമ്പാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഉഷാറിന്റെ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് നടന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നേരത്തെ മാഷ് പറഞ്ഞൊരു സങ്കടമുണ്ടോ? അതിനുശേഷം ഞാൻ മുഖം ശ്രദ്ധിച്ചതാ. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് പ്രഗത്ഭനായ സുഭാഷകരായ നാടൻപാട്ട് കലാകാരൻ നിറഞ്ഞാകിയ ഒരു വേദിയാണ്. കുമാരേട്ടനെ അഭിമാനിക്കാം. കാരണം ഈ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ അഭിമാനിക്കുന്ന 3 നേട്ടങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മെമ്പറുമായി അടുത്തിരിക്കുമ്പോൾ അഭിമാനത്തോടെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. കാസർഗോഡിന്റെ നെല്ലറയാണ് പള്ളിക്കര പഞ്ചായത്ത്. ലോകഭൂപടത്തിൽ ഇടം കണ്ട ബേക്കൽ കോട്ട ഉൾപ്പെടുന്നതും പള്ളിക്കര പഞ്ചായത്തിലാണ്. PSC പരീക്ഷകളിൽ ഇന്നലെ വരെ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏത് എന്നുള്ളത്. ഈ 3ഉം ഇവിടെയുണ്ട്. അത് മാത്രമല്ല, മലയാള സാഹിത്യ രംഗത്തെ കുലപതികളായ പല ആൾക്കാരും കയ്യെത്തും ദൂരത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ ജന്മഗേഹം അടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാം കൊണ്ടും പ്രകൃതി രമണീയതയും കൊണ്ടും പൈതൃകം കൊണ്ടും പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സന്തോഷവും ഊർജവും എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കടലോളം നന്മ ചെയ്ത സുഹൃത്തം എന്നാണ് ഈ പരിപാടിയുടെ പേര്. കടലോളം നന്മ ചെയ്തവരാണ് എന്നോടൊപ്പം ഉള്ളത്. ഇത്ര നേരം ക്ഷമ പൂർവ്വം ഇരുന്നത് കേൾക്കാൻ കാണിച്ച വലിയൊരു മനസ്സ്. പിന്നെ മറ്റൊരു സന്തോഷം, ഞാൻ ഇതേപോലെ ഒരു വീട്ടിൽ വരുന്നത് തന്നെയാണ്. 70 വയസ്സ് കഴിഞ്ഞ് സ്ട്രോക്ക് ബാധിച്ച അമ്മയെ പരിപാലിക്കാൻ വേണ്ടി അധ്യാപന ജോലി മാറ്റിവെച്ച് വീട്ടിലേക്ക് പോയവനാണ്. 70 വയസ്സ് കഴിഞ്ഞിട്ട് അമ്മയെ സ്ട്രോക്ക് ബാധിച്ചതിന് ശേഷം പരിപാലിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അമ്മക്ക് സ്നേഹം കുറഞ്ഞു പോകേണ്ട, അമ്മയെ പരിപാലിക്കാൻ ആളില്ലാതെ പോകേണ്ട, അധ്യാപന ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയ അധ്യാപകനാണ്. അഭിമാനത്തോടെ പറയാം. 82 വയസ്സിലും കർഷകനായ അച്ഛനോടൊപ്പം കാർഷിക മേഖലയിൽ ഇടപെടാൻ ഇന്നത്തെ തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ, അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം നിൽക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറക്ക് വേണ്ടി ഒരുപാട് നല്ല ക്ലാസ്, അഭിമാനത്തോടെ പറയാം. നമ്മുടെ 10 മിനിറ്റ് മാത്രമേ പ്രിയപ്പെട്ട ഡോക്ടർ സംസാരിച്ചുള്ളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവരും കൃത്യമായി എനിക്ക് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എല്ലാവരും
ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ എനിക്ക് തോന്നുന്ന ഒരു വയോജന സംഗമത്തിന്റെ ടോക്കല്ല ഇവിടെ പറഞ്ഞത്. നല്ല ഹെൽത്ത് ആയി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് നമുക്ക് തന്നിരുന്നു. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞിരാമേട്ടൻ എക്സ് പ്രസിഡന്റ് സംസാരിച്ചവർ എല്ലാവരും പറഞ്ഞതും നിങ്ങൾക്ക് വേണ്ടിയിരുന്നതാണ്. വളരെ പ്രശാന്തമായ നല്ലൊരു അന്തരീക്ഷത്തിൽ സുന്ദര അടങ്ങിയിരിക്കും. വളരെ പ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, വളരെ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ കണ്ണിനും കാതിനും കുളിർമ നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഇടമാണ്. പ്രായത്തിന്റെ ബാല്യാവസ്ഥയിലാണ്. അപ്പൊ ഇടക്കിടക്ക് വായന കേൾക്കുന്നതിന് കാലോട് ചിത്രം പറയുന്നത് തെറ്റില്ല. അച്ഛന്മാർക്കും അങ്ങനെയാണ്. ഇവിടെ ചിരിക്കുന്ന സ്വതസിദ്ധമായ അംഗനവാടിയുടെ കുഞ്ഞിരി പോകാൻ എല്ലാവരും നമ്മുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മധുരിക്കുന്ന ഒരു ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രിയപ്പെട്ട മലയാളം ഫ്ലവേഴ്സ് നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകാം. മഹേഷ് മലമഞ്ചൽ കൊണ്ടുവരും മാഞ്ചുവട്ടി മാഞ്ചുവട്ടി എല്ലാവരും കേട്ടു. ഇടമെങ്കിൽ താളമോടെ നെടുവീട്ടിൻ മൂടലോടെ ഇടമെങ്കിൽ താളമോടെ നെടുവീട്ടിൻ മൂടലോടെ മലർമഞ്ചൽ തോന്നില്ലേ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. കൊണ്ട് വീരും വയ്ക്കാം, ഒരു കൊണ്ട് കൊണ്ട് വീരും ഒരു നല്ല മാങ്ങിനിയായി മന്ദിരിക്കാം. ഒരു കാറ്റിൽ പനിവില്ല, ഒരു കാറ്റിൽ പനിവില്ല പാട്ട് പാടാം. മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. ഒരു രാജാ ഒരു റാണി ഒരു രാജ ഒരു റാണിയായി വാഴാം. മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടി മാഞ്ചുവട്ടി. ഒരുപാട് രോഗശാന്തി നമുക്ക് നൽകാം. എത്ര ഒരു പാട്ട് കേൾക്കാറുണ്ട് വീട്ടിൽ നിന്ന്? പൊള്ളിക്കുന്ന തന്നെ നോക്കണം. നിങ്ങൾ സ്വന്തം കയ്യിൽ ഒരാൾ ശരിക്കും പൊന്തിച്ചു. അതാണ് ആ അമ്മ ഒന്ന് പൊന്തിച്ചെന്റെ കൈ. അതാണ് വെരി ഗുഡ്. ഇങ്ങനെ ഞാൻ പൊന്തിച്ചത് 2002-ലോ 2003-ലോ. ഒരുപാട് സന്തോഷം. പാട്ട് കേൾക്കണം. പാട്ട് നമ്മുടെ ഒരുപാട് മനസ്സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയാത്ത കാര്യങ്ങളൊക്കെ മാത്രം ഞാൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊന്ന് പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കാറുണ്ടോ നമ്മ? പാട്ട് കേൾക്കാറുണ്ട്. ഏത് പാട്ടാ ഇഷ്ടം? അതെ, നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിക്കല്ലേ? ഇപ്പൊ ശ്രദ്ധിക്കല്ലേ? അമ്മ ശ്രദ്ധിക്കല്ലോ? അമ്മേനെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്ത ഏറ്റവും നല്ല പാട്ട് ഭക്തിഗാനം.
പിന്നെ അങ്ങോട്ടാകുമ്പോ പിന്നെ ഒരു നല്ല വേറെന്ത് പാട്ട് അല്ലേ? നല്ല 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 ഉത്തരമാണ്, നല്ല ഉത്തരം. ഓക്കെ, ഭക്തി ഗാനങ്ങൾ കേൾക്കാം. നിങ്ങളുടെ പേര് പറഞ്ഞ മാധവി വെച്ച് വിളിക്കാനല്ലേ? മാധവി അമ്മ വിളിക്കുന്ന വെച്ച് മാധവി അമ്മ, മാധവി വെച്ച് പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? പാടുന്നുണ്ടോ? കാണുമ്പോ പാടും. എനിക്ക് അത്യാവശ്യം മുഖം വായിക്കാൻ വേണ്ടി അറിയുന്ന കുറച്ച് ട്രിക്കുകളുണ്ട്. കുറച്ച് പാട്ട് പാടുന്നുണ്ട്. പാടാറില്ല? ഇതുവരെ പാടിയില്ല. ഞാൻ നാട്ടുപാടി പാട്ട് പോയിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ പാട്ട് പാടുന്നുണ്ടോ? സ്കൂളിൽ പഠിച്ചപ്പോൾ ഒന്നും അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ, നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ. നിൽക്കാൻ ഒഴിക്ക മാത്രം നിന്നാൽ മതി, പിന്നെ ശരിയായി. ഒന്നുമില്ല. സീരിയലിനെ കുറിച്ചിട്ട് സീരിയൽ കാണാറുണ്ടോ? കർഷകനാണോ? പിന്നെ ജോലിയിൽ ഉണ്ടായിരുന്ന ആളാണോ? നാടൻ പണിയെടുക്കും. ഇപ്പൊ ജോലിയൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. വീട്ടിലാരൊക്കെയുള്ളത്? മോന്റെ ഭാര്യയാണ്, ഇളയ മകന്റെ ഭാര്യ, അവന് കുട്ടിയുണ്ട്. സന്തോഷാണോ? മരുന്ന് കഴിക്കാറുണ്ടോ? വെരി ഗുഡ്. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷാണ്. ഇപ്പൊ സീരിയൽ കാണാറുണ്ടോ? പാട്ട് പാടാറുണ്ടോ? പാട്ട് ആസ്വദിക്കാറുണ്ടോ? അതെ. തനത് വാദ്യം തകിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഉഷാറായി കൈയടിക്കണം. അപ്പൊ നമുക്ക് ഐറ്റത്തിലേക്ക് കിടക്കാം. ഇഷ്ടപ്പെട്ടില്ല? അത്യാവശ്യം ചെറിയ രീതിയിൽ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഫ്ലവേഴ്സിൽ, ഏഷ്യാനെറ്റ് കോമഡി എക്സ്പ്രസ്, കോമഡി സ്റ്റാർ സീസൺ 2, അമൃത TV കോമഡി മാസ്റ്റേഴ്സ്, ഇങ്ങനെ കുറച്ച്. എൻ്റെ കൂടെ എൻ്റെ ടീമുണ്ട്. ടീമിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹോദരൻ തുല്യമായ നമ്മുടെ ഇപ്പം മാഷാണ്, സുഭാഷ് മനസരി. മാഷ് ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പൊ പറഞ്ഞത്. മാഷ് ഒരുപാട് സിനിമകളിലുണ്ട്, സ്വന്തമായി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോ മാഷിന് കിട്ടുന്ന വേദിയിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ എന്നെയും മഹേഷേട്ടനെയും വിളിക്കാറുണ്ട്. അപ്പോ മാഷ് ഒരു വലിയൊരു സംവിധായകൻ കൂടിയാണ്, ഒരു എഴുത്തുകാരനും കൂടിയാണ്. അതുപോലെ ശ്രീകണ്ഠൻ നായർ സാറിനെ അറിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രീകണ്ഠൻ നായർ സാർ ആരാ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ? ആരാ ശ്രീകണ്ഠൻ നായർ സാർ? അറിയോ? ഫ്ലവേഴ്സിന്റെ അച്ഛന്മാര് പറയാം, അവർക്കറിയാം. അമ്മമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ കേരളത്തിൽ ഈ മിമിക്രിക്കാരും മിമിക്രി സജീവമായിരുന്നു. ഇന്ന് മിമിക്രിക്കാരെ കാണണമെങ്കിലും ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോ എടുത്തു നോക്കിയാൽ മിമിക്രിക്കാരുടെ താരനിര അങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഈ ഷോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേ ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ. ഒരാള് ഇങ്ങോട്ട് വരുമോ? പിന്നെ അറിയാം, ഇവരെന്താണെന്നറിയാം? നമുക്ക് പരിചയപ്പെടാം അല്ലെ? എല്ലാവർക്കും വേണ്ടി ഒന്ന് പരിചയപ്പെടും. പേരും സ്ഥലവും എന്ന് പറഞ്ഞു. അസൈനാർ പൂച്ചക്കാട്. കേട്ടില്ലേ? കേൾക്കാത്തവരുണ്ടാ? ഒന്നും കൂടി പറയണം. വേണം ഒന്നും കൂടി. അമ്മ പേര് പറയും. ദേവകി. സ്ഥലം ആലക്കോട്ടോ? ആലക്കോട് അല്ലേ? കേട്ടില്ല? ഒന്ന് ശരിയായിട്ട് ഒന്നും കൂടി. ആലക്കോട് കേട്ടില്ലേ? അപ്പോ നമ്മളിപ്പോ ആള് എന്നാണ് നമുക്കിവിടെ അറിയപ്പെട്ട് കഴിഞ്ഞത്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ പറയും. മൂത്തവൻ തിരുവനന്തപുരം, മറ്റേവൻ കണ്ണൂര്.
അല്ല കോഴിക്കോട് ഞാൻ ഏഷ്യാനെറ്റിൽ അല്ലേ തിരുവനന്തപുരത്ത് ലലികത്ത് വളയറിഞ്ഞപ്പം വളക്കിലുക്കിയ സുന്ദരി പെണ്ണ് കേൾക്കണം പണം കേൾക്കണം. സുരേഷിന് അറിയാം, കേട്ടിട്ടുണ്ട? സുരേഷ് ചേട്ടന്റെ പുതിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, ബംഗാളി. ആക്ഷൻ ഹീറോ ബിജുല് ആണ് സുരേഷ് ചേട്ടൻ. അറിയോ? ഒച്ചത്തിൽ സംസാരിക്ക്. അറിയോ? ആരും കേട്ടിട്ടില്ല. ഇവിടെ നമ്മളെ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ തൊട്ടടുത്ത്? അറിയോ? മുത്തേ പൊന്നെ ആ പാട്ട് കേട്ടിനാ? ആ പാട്ട് പാടിയാണ് അവൻ. അപ്പൊ അദ്ദേഹത്തെ ഞാൻ അനുകരിക്കാം. ഫ്ലവേഴ്സിൽ ഞാൻ അദ്ദേഹത്തെ ചെയ്തിട്ട് എന്നെ ഡയറക്റ്റ് വിളിക്കുകയുണ്ടായി. ഇപ്പോഴും വിളിക്കലുണ്ട് എന്തായാലും. അപ്പൊ ഒരു പാട്ട് എല്ലാരും കൂടെ പാടോട്ടാ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ. രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോ നീയല്ലോ കനവാകെ. അയ്യോ സാറേ, അല്ലാത്ത ചോദിച്ചാ സാറേ. അയ്യോ എല്ലാം നിർത്തി സാറേ, ഇത് വരുമ്പോ ഞാൻ 2 ചണ്ടിട്ടോളാം. അയ്യോ എല്ലാം നിർത്തി സാറേ. സാറല്ലേ കയ്യടി വരാം. അപ്പൊ ഇനി മാഷ് കുറച്ച് കാര്യം നിങ്ങളോട് പറയും. അതിനുശേഷം നമുക്ക് ബാക്കി കുറെ സ്റ്റാർ ഉണ്ട്, നമുക്ക് ചെയ്യാം. അച്ഛന്മാരെ, നിങ്ങളെല്ലാവരും കുറച്ച് സമയത്തേക്ക് ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി അല്ലേ? ഒരു ശബ്ദം തീർച്ചയായും നേരത്തെ പകല് കൊട്ടുമ്പോൾ ഞാൻ ഒരു അമ്മേനെ ശ്രദ്ധിച്ചു. ആ അമ്മ നോക്കുന്ന ഇങ്ങനെയായിരുന്നു, ഈ കൂട്ടി കിടന്നു. കാരണം അത് ആസ്വദിക്കാനുള്ള ഒരു മനസ്സാണ് ഞാൻ കണ്ടത്. കാരണം എല്ലാവരും ലൈവായിരുന്നു ഇവിടെ. ലാസ്റ്റിൽ ഓരോന്ന് കൈവോക്കിയമ്മേ, ലാസ്റ്റ് വല്യമ്മ. സംശയം ഈ കൂട്ടത്തിൽ ആര് വല്യമ്മ? നിങ്ങൾ തന്നെ വല്യമ്മേ. നീല ബ്ലൗസ് കൈവോക്കി. ഉഷാറല്ലേ? എന്തെന്നാണെന്ന് പറയുന്നത്? ഉണ്ണിയമ്മ വാർത്തയിലെ അപ്പൊ തീർച്ചയായും നമ്മളെ ഞാൻ നേരത്തെ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു കലയാണ്. എല്ലാവർക്കും പാടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു മഹാനെയാണ്. എത്ര പെട്ടെന്നാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. അഷ്ടവർഗമായി ഗുളിക വെക്കുന്നവരും കൂടി ഇങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഒറ്റപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷം ഭയങ്കര ഉഷാറാണ്. നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? മതി. അപ്പൊ ഇങ്ങനെയുള്ളവര് ഞാൻ പറഞ്ഞില്ല, അവരുടെ തീർച്ചയായും നമ്മളിവിടെ നേരത്തെ വിരോധം പറഞ്ഞ ആരും കുറ്റപ്പെടുത്തില്ല. നമ്മൾ സംസാരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആകുലതകള്, നമ്മുടെ ദുഃഖങ്ങള്, വ്യഥകള് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. വീട്ടിൽ നമ്മൾ ആരോട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മോട് സംസാരിക്കണം. ദൂരങ്ങളിലേക്ക് നോക്കണം. നമ്മൾ എല്ലാവരുടെ വീട്ടിലും സുഖകരമായ അന്തരീക്ഷം തന്നെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ മനസ്സും വയറും നിറച്ച് ഇവിടുന്ന് പറഞ്ഞേക്കും. തിരിച്ചും വീട്ടിലേക്കല്ലേ പോകേണ്ടത്. പിന്നെന്തിന് ഞാൻ അധികം സന്തോഷിക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതേ അവസ്ഥയിൽ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയുണ്ട്. കാരണം കൈ ഒന്ന് നോർത്താനും കൈ ആട്ടാനും ഇത്ര പ്രാവശ്യം പറഞ്ഞാൽ കുട്ടിയാണ്. ഇവിടെ ഇരിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു ഹോം നേഴ്സിന് വേണ്ടുമ്പോൾ ഒരാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ കുട്ടിയെ നോക്കാൻ ഒരമ്മയെ വേണം. എൻ്റെ അമ്മയെ നോക്കാൻ എനിക്കൊരു കുട്ടിയെ വേണമെന്നല്ല പറഞ്ഞത്, എൻ്റെ കുട്ടിയെ നോക്കാൻ എനിക്കൊരു അമ്മയെ വേണമെന്നാണ്. അപ്പോ എല്ലാ മക്കളും നേരത്തെ മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഇരിക്കാൻ ഇന്നത്തെ യുവതയുടെ 10 ആൾക്കാരും കൂടി വേണമായിരുന്നു. നിങ്ങളോട് മാത്രമല്ല പറയേണ്ടത്, ഇന്നത്തെ തലമുറയോടും കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. ആരെയും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അവരെ കാര്യമായി എടുക്കണം. ഒരു കഥ പറയാൻ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു മകൻ. തീർച്ചയായും ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലേ ജോലികൾ കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ക്ഷീണമുണ്ടാവും. വെള്ളം വേണ്ട. മൂത്തൊരു വിളർച്ച ഉണ്ട്. വെള്ളം വേണം. അപ്പോ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ക്ഷീണം ഉണ്ടാവും. അങ്ങനെ അവശനായി തിരിച്ചു വരുന്ന അച്ഛൻ, ഇന്നത്തെ ജോലി വരുന്ന അച്ഛന് ഭയങ്കര ക്ഷീണം ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന്റെയും ഫാനിന്റെ ഒക്കെ അടിയുന്നത്. പക്ഷെ പണ്ട് കാലങ്ങൾ വയലിൽ പണിയെടുത്ത് വരുന്ന അച്ഛന് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ കഴിച്ചിട്ട് വരുന്നത് എന്തായിരുന്നു? അയാൾ എന്താ കഴിച്ചിട്ട് വരുന്നത്? എന്താ കഴിച്ചിട്ട് വരും? വയലിൽ നിന്ന് പണിയെടുത്തിട്ട് എന്താ കഴിക്കാന്ന്? വെള്ളം മാത്രമല്ലല്ലോ കഴിച്ചത്. ചക്കക്കറി, കൊള്ളിക്കറി, ചക്കക്കറിയും കൊള്ളിക്കറിയും കൊളുത്തും കഴിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് കുഞ്ഞോട് ചോദിച്ചാൽ കൊളുത്തറിയും കുഞ്ഞിക്ക്.
കാരണം അവന്റെ ടീമിൽ ഒരുപാട് ഇങ്ങനെ കൊളുത്ത് കേസിൽ പെട്ടിട്ടുണ്ട്. കൊളുത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കറിയില്ല. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞ ഈ പിന്നെ മുത്തപ്പന്റെ പ്രായമില്ല ഇവര് പറഞ്ഞ ഈ വാക്കുകള് അധ്വാനിച്ചു വരുന്നത്, അതായത് അന്നത്തെ ആരാധനയായി കണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ആ വാക്ക് ഉപയോഗിക്കുക, അന്നത്തെ ആരാധനയായി കണ്ട ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്ന്. ഇന്ന് കുട്ടിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തെ കാണും ഇതേ ഇല്ലു അല്ലേ, കാണാറില്ലേ? ടേബിളിലേക്ക് വരുന്ന സമയത്ത് അവന്റെ സ്വഭാവം അവന്റെ ഓരോ പ്രകടനത്തിൽ കാണും. കാരണം ഇന്ന് കഴിക്കുന്നതൊക്കെ അവന്റെ ശരീരം, നാവിന് രുചിയുള്ള ഭക്ഷണങ്ങളൊന്നും അവന്റെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതല്ല. അവന്റെ സ്വഭാവത്തിലും അവന്റെ നോക്കിലും നടപ്പിലും ഭാവത്തിലും ഉണ്ട്. കുറേ കാര്യങ്ങൾ വൈഡായി പറയാനുണ്ട്, പക്ഷെ അതിനൊന്നും സമയം അനുവദിക്കാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിച്ചത് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണമായിരുന്നു. മനുഷ്യനെ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുക, ഒരു മനുഷ്യത്വം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളായിരുന്നു പണ്ട് കാലത്തുള്ളവർ കഴിച്ചത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മനസ്സും, നിങ്ങളുടെ MLA സൂചിപ്പിച്ചത്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ വേർപ്പും ഒക്കെയാണ് ഇന്നത്തെ കാണുന്ന യുവത അല്ലെങ്കിൽ യുവതലമുറ എന്ന് പറയുന്ന വാക്ക് MLA ഉപയോഗിച്ചതുകൊണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് മകൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറി, ജോലി കഴിഞ്ഞ് അച്ഛൻ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വീട്ടിലേക്ക് എത്താനാകുന്ന സമയത്ത് ഷർട്ടിന്റെ കൈയൊക്കെ താത്ത് ഇത് ഷർട്ടൊക്കെ വെളിയിലിട്ട് ഷൂ ഒന്നും ഇരിക്കണം വീട്ടിലേക്ക് സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് മോനിങ്ങനെ നിൽക്കുകയാണ്. സ്റ്റെപ്പിൽ മോന്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്, റേഷൻ കാർഡിന് അത്ര വലിപ്പം ഒരു കാർഡുണ്ട്. അച്ഛൻ ഇങ്ങനെ തിടുക്കത്തില് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ കാർഡ് മേടിച്ച് ആ കാർഡിലേക്ക് ഒന്ന് നോക്കി. മലയാളത്തിന് 13 മാർക്ക്, ഇംഗ്ലീഷിന് 8 മാർക്ക്, സയൻസിന് 2 മാർക്ക്. അച്ഛന് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ? പറയേണ്ട ആവശ്യമുണ്ടോ? എന്തായിരിക്കും അവസ്ഥ? കത്തുന്ന രീതിയിലേക്ക് എണ്ണ ഒഴിച്ചാണ്. അച്ഛനാണെങ്കിൽ ആരെ പപ്പിടേണ്ട എന്ന് നടക്കാൻ പറ്റും. അങ്ങനെ തിടുക്കത്തിൽ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടക്ക് അടുക്കളയിൽ നിന്ന് അമ്മ എന്തിനാണ് ഒരു കൂറ്റുമാറ്റം? എടുത്ത വായിക്ക് അച്ഛൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. എടുത്ത വായിക്ക് അച്ഛൻ എന്താ പറഞ്ഞിട്ടുണ്ടാവും? പറ. ഓഹോ, നിന്റെ മോനത്ര മാർക്ക് ശരി തന്നെ. അത് എങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോവേ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിത്താലുമൊത്ത് കളിത്താലവുമായി വിഷു കൈനീട്ടവൻ കയ്യിൽ തരുമ്പോൾ എന്റെ വീരണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ മുറ്റത്തെ തുളസി പോലെ. സൂര്യനുദിച്ചിരുന്നു കണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു വാത്സല്യ തീരവിളകും നിസ്നേഹ കടലിലെന്നും ചിത്തി വിളയുമല്ലോ കരുണ തന്നിട്ടു പൊഴിയുമല്ലോ തോന്നലാവെന്നും നന്മലരങ്ങേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്കൊട്ടുന്നു ഞാനും അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ മുറ്റത്തെ തുളസി പോലെ.
ഓർക്കുടന്തേല് പൊന്തി വരും നാമക്കിളികളുണ്ട് അമ്മയ്ക്കു കൂട്ടുനടക്കാൻ പുന്നാര പൈക്കളുണ്ട് അക്കരെ ഇക്കരയ്ക്ക് കടത്തിനൊരമ്പുലിത്തോടിയുണ്ട് വീരേ വീരന്ന് കൊടിയിലെ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മ തൻ കൂടെ ഞാനുണ്ട് രാപ്പകൽ കൂടെ ഞാനുണ്ട് എന്നും ഞാനുണ്ട് കർമ്മ മനസ്സ് അമ്മ മനസ്സ് മുത്തത്തെ തുളസി പൂവേ നന്ദിനി സ്വപ്നവികാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വർഗനന്ദിനി സ്വപ്നവികാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ പദമായി തൂവലിൽ വാണരുളുക നീ വാണി മണി പരദായിനി മോനെ ഉണ്ണി നിന്നെ ചൊല്ലി തീർന്നാണല്ലോ തറയിൽ പോയി അടി ഉണ്ടാക്കുക നാട്ടുകാരെ കൊണ്ട് അതീതും പറയിക്കും പൈക്കോ എന്റെ മുമ്പിൽ നിന്ന് പോ നിന്നെ കാണണ്ട എനിക്ക് പോ പോ എന്റെ മുമ്പിൽ നിന്ന് ഇനി മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യുന്നത് കനത്ത ശബ്ദത്തിന്റെ ഉടമ ശ്രീ ജനാർദ്ദനെയാണ്. സാറിനൊന്നും നമുക്ക് അനുകരിക്കാം. കുട്ടിയാണോ പെണ്ണോ എന്നറിയാ എന്തിനാണോ സ്കാൻ ചെയ്തത് ആ സത്യമൊക്കെ തോന്നിയപ്പോ അതുപോലെ തന്നെ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന മറ്റൊരു യുവ നടൻ ശ്രീ ജയറാം. ഹലോ, നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? തുളസി, മീനാക്ഷി, രുക്മണി, ദേവൂട്ടി, നീയും ഞാനൊക്കെ ഒരേ കോളേജിലെ പഠിച്ച് അന്നില്ലാത്തൊന്നും ഇപ്പോഴും ഇല്ല. അല്ലേലും പ്രേമിക്കാൻ പറ്റിയൊരു ചടങ്ങ് കയറി കൂടിയകത്ത്. നടക്കൂല മോനെ, നടക്കൂല. നമ്മൾ ആശിട്ടു, നിങ്ങൾ തീർപ്പെട്ടു. പഠിച്ചാണ് നമ്മളടുത്ത് കള്ളത്തിൽ നടക്കൂല. മോനെ മനസ്സിന ഇത് വേക്കലാണ്, വേക്കണം. അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ പറ്റിയതിൽ ആദ്യമായി എല്ലാവരോടും, പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു വേദിയിലേക്ക് എത്താൻ കാരണം പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥൻ ശ്രീ സുഭാഷ് മനശ്രീയാണ്. മാഷിന് ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാട്ടിലും പ്രദേശത്തും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചോ, ധൈര്യമായി നമുക്ക് ഇതുപോലുള്ള പാട്ടും കളിയും ചിരിയുമായി നമുക്ക് കൂടാം. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനം. താങ്ക് യു വിനോദ്. ഒന്ന് ഒരു സിസ്റ്റം ഇങ്ങനെ ആക്കി കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മിമിക്രി അവതരിപ്പിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ ഒരു കലാരൂപവും അല്ലെങ്കിൽ ഈ കലാപരിപാടിയും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സണും മണിയേട്ടനും അതേപോലെ സൂരജും ഒക്കെ ഏറെ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആത്മമിത്രം ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടോണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയി. കൃത്യം 2 മണിക്ക് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുക. നമുക്കൊരു പാട്ടും പാടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 3 എന്ന് പറഞ്ഞ സമയത്ത് 3 എന്ന് പറഞ്ഞ സമയത്ത് കൈ അടിക്കരുത്. 4 എന്ന് പറഞ്ഞ സമയത്ത് 4 എന്ന് പറഞ്ഞ സമയത്ത് ഒരു പ്രാവശ്യം മറന്നു പോരുത്. ഗുളികെല്ലാം കഴിക്കുന്നതാണ്, മറന്നു പോകും. ശരി, 3. പപ്പടം വേണ്ട ആട്ടോ, ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു. ഓക്കെ. 1 എന്ന് പറഞ്ഞ സമയത്ത് 2 പ്രാവശ്യം, 2 എന്ന് പറഞ്ഞ സമയത്ത് 3 പ്രാവശ്യം, 3 എന്ന് പറഞ്ഞ സമയത്ത് അടിക്കരുത്, 4 എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം. സാറില്ല, ഒരിക്കലും എല്ലാവർക്കും തെറ്റും, തെറ്റാത്ത ആരില്ലേ അല്ലേ? അല്ലേ? പക്ഷെ എഴുതി തെറ്റിക്കൂടാ. ശരി, റെഡി? എല്ലാവരും ശ്രദ്ധിക്കണേ, കൃത്യമായി നോക്കണേ, തെറ്റിക്കരുത്. 3
വെരി 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 ഗുഡ്. ഹോളികയും കൂടി വേണേ പ്രിയപ്പെട്ട സുരാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ, ഹോളിക കൂടി കൊടുക്കണം. അപ്പോ മറ്റൊരു ഹോംവർക്ക് കൂടി തരാം. കൈ ഉയർത്തി പിടിക്കുക എല്ലാവരും. നമ്മളെല്ലാം കുട്ടികളാണെന്ന് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബാലാവസ്ഥയിലാണ്. വായിലിടാനല്ല പറഞ്ഞത്. കൈ ഉയർത്തി പിടിക്കുക, രണ്ട് കൈ ഉയർത്തി പിടിക്കുക. ഒരു കൈ ആരാ? ഒരു കൈ. ഓഹോ പാവ അവിടുന്ന് ആ നമ്മള് വാർഡ്. ഇതാണ് 3 സ്റ്റെപ്പ്. പത്മനാഭൻ പറയണം, പപ്പനല്ല. വീട്ടിനടുക്കില്ല പത്മനാഭനെ പോലും ഞാൻ പപ്പാന്നാണ് വിളിക്കുന്നത്. അവരുടെ വീട്ടിൽ പത്മനാഭൻ വിളിക്കൂല. പത്മനാഭൻ പപ്പടം പൊട്ടിച്ചു. എല്ലാവരും ഇരുന്നു. മകൻ അഥവാ മകൾ അവർ പ്രസവിക്കുമ്പോ അമ്മയുടെ സഹായം കുട്ടി കുറച്ച് വളർന്ന പിന്നെ അമ്മ വീട്ടിൽ പോകണം. പിന്നെ അമ്മ വേണ്ട അവർക്ക്. പിന്നെ അമ്മ ഒരു ബാധ്യതയാണ്, അച്ഛൻ തിരികെ. ഇത് അതുകൊണ്ട് മക്കളെ ആശ്രയിച്ചിട്ട് കഴിയാമെന്ന് നിങ്ങൾ ആരോഗ്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും. മക്കളെ ആശ്രയിച്ച് ചിന്തിക്കുന്നതിലേക്ക് പോകുന്നത്. പിന്നെ ഈ മക്കൾ സ്നേഹം വല്ലാണ്ട് കൂടുതലാണ്. മക്കളോട് എന്തോരം അമിത സ്നേഹം, അതിന്റെ ആവശ്യമില്ല. മക്കളോട് അമിത സ്നേഹം വേണം. അതൊരു അമിത സ്നേഹം കാണിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ സ്വത്തെല്ലാം ഞാൻ മക്കൾക്കെല്ലാം ഒരിച്ചൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് സ്വത്തെല്ലാം എഴുതി വെച്ചാൽ പിന്നെ തീർന്നു ജീവിതം. ശരിയല്ലേ? പിന്നെ 2 കാര്യം അവരുടെ ആധാരത്തിൽ ഒപ്പിടുന്നത് വെറുതെ അല്ല. ആധാരത്തിൽ ഒപ്പിടുന്നത് വരെ അച്ഛനും അമ്മേനും വേണ്ടി ഉറപ്പിക്കാം. അതുകൊണ്ട് സ്വത്ത് നമ്മൾ എഴുതി വെക്കണം. വിൽപ്പത്രം എഴുതാം. വിൽപ്പത്രം എന്ന് പറഞ്ഞൊരു മരണാനന്തരം മാത്രമാണ് വിൽപ്പത്രം. ഞാൻ എന്റെ മൊത്തം സ്വത്തിൽ എന്റെ ഇന്ന് മോന് ഇത്ര, ഇന്ന് മോക്ക് ഇത്ര, ഇന്ന് എഴുതി വെക്കുന്നത് എന്റെ മരണശേഷം കറക്റ്റാവും. വിൽപ്പത്രം എഴുതിയാലും നിങ്ങൾ ആധാരം ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ ദുരിതം നിങ്ങൾ അനുഭവിക്കുന്നത്. ചില മക്കൾക്ക് അച്ഛനെയും അമ്മയെയും വേണ്ടാത്ത കാലമാണ് ഇന്നത്തെ കാലമെന്നാണ്. അതുകൊണ്ട് സർക്കാർ ഇത് വയോജനങ്ങൾക്ക് പ്രത്യേകമായ പരിരക്ഷ വേണം. ഇനി